നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നിന്ന് വളരെ രസകരമായ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനയെ നാടുകടത്തിയതിന് പിന്നാലെ രാജ്യത്ത് അരാജകത്വം പടർന്നു പിടിക്കും. അവിടെയുള്ള ന്യൂനപക്ഷ സമുദായക്കാർക്കെതിരെ വലിയ അതിക്രമങ്ങൾ അരങ്ങേറുകയും ചെയ്തു. അതുകൂടാതെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തന്നെ ആകെ അപകടത്തിലായി. ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധം വഷളായി. ഇന്ത്യയിൽ നിന്നുള്ള സഹായങ്ങൾ പഴയ പോലെ ലഭിക്കാതെയായി. അദാനി പവർ കോർപ്പറേഷന് ധാരാളം പണം കുടിശ്ശികയായിട്ട് കൊടുക്കാനുള്ളതുകൊണ്ട് അവർ ഫ്യൂസ് ഊരുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ത്രിപുരയിൽ നിന്നുള്ള ആ വൈദ്യുതി ബന്ധവും ഏതാണ്ട് വിച്ഛേദിക്കുന്നതിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര വിപണി ആകെ കുഴപ്പത്തിലായി. വിദേശത്തു നിന്നുള്ള സഹായവും കിട്ടാതെ സമ്പദ് വ്യവസ്ഥ ആകെ ആടി ഉലഞ്ഞ് നിൽക്കുകയാണ്. ഏതാണ്ട് ശ്രീലങ്കയിലുണ്ടായ പോലത്തെ ഒരു സാമ്പത്തിക തകർച്ച ബംഗ്ലാദേശിനെ ഉറ്റുനോക്കുന്നു എന്നാണ് നിരീക്ഷകരും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധന്മാരും പറയുന്നത്. നമ്മുടെ മൗദൂദി ചാനലുകാരും അതത് അംഗീകരിച്ചിട്ടില്ല. പിന്നെ ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ പണ്ട് നൊബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആളാണ്. മുഹമ്മദ് യൂനിസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ജമായത്തെ ഇസ്ലാമിക്കാരുടെ ഒരു തേർവാഴ്ചയാണ് രാജ്യത്ത് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ പ്രതിമകൾ, അദ്ദേഹത്തിൻ്റെ രൂപങ്ങൾ എല്ലാം തച്ചുടക്കുന്നത് നമ്മൾ കണ്ടു. അവിടെ കൊണ്ട് നിർത്തിയില്ല. ബംഗ്ലാദേശിലെ കറൻസി നോട്ടുകളിൽ ഉള്ള മുജീബിൻ്റെ പടം അവർ നീക്കം ചെയ്തു. മുജീബിൻ്റെ പടമുള്ള നോട്ടുകൾ പിൻവലിച്ചു. ഇനിമേലിൽ ആ പടം നിങ്ങൾ കറൻസി നോട്ടിൽ കാണുകയില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ പേര് ബംഗബന്ധു മുജീബുർ റഹ്മാനാണ്. ബംഗ്ലാദേശ് ആരംഭിച്ച കാലം തൊട്ട് രാഷ്ട്രപിതാവായിട്ട് അറിയപ്പെടുന്നത്. രാഷ്ട്രപിതാവ് എന്ന പരാമർശം പ്രൈമറി സ്കൂളിലും സെക്കൻഡറി സ്കൂളിലും പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. അദ്ദേഹമല്ല സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് എന്നാണ് പുതിയ തിയറി. മേജർ സിയാവുർ റഹ്മാനാണ് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. സംഗതി ശരിയാണ്. അദ്ദേഹമാണ് ഒരു റേഡിയോ പ്രക്ഷേപണത്തിലൂടെ ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം പിറവിയെടുത്തായിട്ടും കിഴക്കൻ പാകിസ്ഥാനായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചായിട്ടും പ്രഖ്യാപിച്ചത്. റേഡിയോ പ്രഖ്യാപനം നടത്തിയ അദ്ദേഹമാണ്. അതിൻ്റെ അർത്ഥം അദ്ദേഹമല്ല ബംഗ്ലാദേശ് ഉണ്ടാക്കിയത്. ബംഗ്ലാദേശ് രാഷ്ട്രം പ്രഖ്യാപിച്ചത്, പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചത് മുജീബുർ റഹ്മാനാണ്. കാരണം അദ്ദേഹമായിരുന്നു അവാമി ലീഗിൻ്റെ പരമോന്നത നേതാവ്. ഡാക്കയിൽ അദ്ദേഹം നടത്തിയ ആ പ്രസംഗം ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. 7 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിലാണ് പാകിസ്ഥാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സൈനിക ഭരണകൂടത്തോടുള്ള വിയോജിപ്പ് പ്രഖ്യാപിക്കുന്നത്. അതുമായി നമുക്കിനി യാതൊരു ബന്ധവുമില്ല എന്ന് ഉച്ചസ്ഥിരം ഉദ്ഘോഷിക്കുന്നു. അത് ഇപ്പോഴും നമുക്ക് സാമൂഹ്യ മാധ്യമത്തിൽ ലഭ്യമാണ്. അദ്ദേഹം അക്ഷോഭ്യനായി നിന്ന് പ്രസംഗിക്കുന്നു. പ്രസംഗം തുടങ്ങി 2ാമത്തെ മിനിറ്റിൽ അദ്ദേഹം കണ്ണട ഊരി ആ പോഡിയത്തിൽ വയ്ക്കും. തുടർന്ന് പ്രസംഗിക്കുന്നു. പ്രസംഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം കണ്ണട എടുത്ത് മുഖത്ത് വീണ്ടും വയ്ക്കുന്നു. പ്രസംഗം അവസാനിപ്പിക്കുന്നു. ആളുകൾ ഭയങ്കരമായിട്ട് കരഘോഷം മുഴക്കുന്നു. ജോയ് ബംഗ്ല എന്ന മുദ്രാവാക്യം വിളിക്കുന്നു. ഇപ്പോൾ ഈ ജോയ് ബംഗ്ല മുദ്രാവാക്യം തന്നെ പുതിയ സർക്കാർ നിരോധിച്ചു. ഇനിമേലിൽ ആ മുദ്രാവാക്യമില്ല. പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിലേക്ക് തിരിച്ചു പോകാൻ അധികം നാളില്ല. അതിനിടയ്ക്കാണ് ജമായത്തെ ഇസ്ലാമിക്കാരനായ വേറൊരു പുങ്കവൻ കഴിഞ്ഞ ദിവസം 1972 ബംഗ്ലാദേശിൻ്റെ ഭരണഘടന തന്നെ ഈ ഡിസംബർ 30 ഇല്ലാതാവും എന്ന് പ്രഖ്യാപിച്ചു. ഈ ഭരണഘടനയിലുള്ള പല അവകാശങ്ങളും, ജനാധിപത്യം, മതേതരത്വം, സർവ്വമത സമഭാവന, ബംഗ്ലാദേശിൽ മുജീബുർ റഹ്മാൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ഇതെല്ലാം ഇതോടെ ഇല്ലാതാവും. ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ഇവരുടെ താലിബാൻ ഭരണമായിരിക്കും. ഈ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീറുമായിട്ട് ഒരു ചാനലിൽ നടത്തിയ അഭിമുഖ സംഭാഷണം എനിക്ക് കാണാനുള്ള യോഗം ഉണ്ടായി. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു. മൗദൂദിയല്ല ഞങ്ങളുടെ മുതലാളി, ഞങ്ങളുടെ മുതലാളി വേറെ ആളാണ്. ഞങ്ങൾ ഈ മൗദൂദിസത്തിൽ വിശ്വസിക്കുന്നില്ല. ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന പത്രലേഖൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പരമാധികാരം കിട്ടുന്ന സമയത്ത് എന്തായിരിക്കും? അത് ഞങ്ങൾ അപ്പം തീരുമാനിക്കും, അത് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ എന്ന് ഈ അമീർ പറയുന്നുണ്ട്. ആ സംഭവമാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് പരമാധികാരം കിട്ടിയാൽ എന്ത് സംഭവിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം തേടി ഈ മരമുറി ചാനലുകാർ അധികം ദൂരമൊന്നും പോകണ്ട, ബംഗ്ലാദേശിലേക്ക് നോക്കിയാൽ മതി. ബംഗ്ലാദേശിലെ ഏതാണ്ട് 2% ഉള്ളൂ ജമാഅത്തെ ഇസ്ലാമിക്കാർ, അല്ലെങ്കിൽ ഏറ്റവും കൂടി 5% ഉണ്ടാവും. പക്ഷേ അവരുടെ ഭരണമാണ്, അവരുടെ തേർവാഴ്ചയാണ് ആ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ കാണുന്നത്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ BNP പ്രധാന പ്രതിപക്ഷ പാർട്ടിയാണ്. അവർക്ക് പോലും 72 ഭരണഘടന കുഴിച്ചു മൂടുന്നു, അതിനെ ബംഗാൾ ഉൾക്കടലിൽ വലിച്ചെറിഞ്ഞ് കളയണം എന്ന അഭിപ്രായമില്ല. പക്ഷേ ഈ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ
മൗദൂദികളാണ് തീരുമാനിക്കുന്നത് സർക്കാർ എന്ത് ചെയ്യണം, സൈന്യം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് 72-ലെ ഭരണഘടന കുഴിച്ചു മൂടും അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ വലിച്ചെറിഞ്ഞ് കളയും എന്ന് പറയാൻ ഇവർക്ക് ധൈര്യം വന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് രാഷ്ട്രപിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് മുജീബുർ റഹ്മാനെ നീക്കുന്നത്. സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് സിയാവുർ റഹ്മാനാണ് എന്ന അർത്ഥസത്യം പാഠപുസ്തകങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. ഇനി അടുത്ത ഘട്ടത്തിൽ ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമല്ല എന്നും ഇതിപ്പോഴും പാകിസ്ഥാൻ്റെ ഒരു കോളനിയാണ് എന്നും അവർ പറഞ്ഞ് പഠിപ്പിക്കും. അതും ഇവർ അംഗീകരിക്കും. ബംഗ്ലാ ഭാഷയല്ല നമ്മുടെ മാതൃഭാഷ ഉറുദുവാണ് എന്നും മൗദൂദികൾ പ്രഖ്യാപിക്കും. ഇതാണ് ശരിക്കുള്ള മൗദൂദിസം. എന്താണ് മൗദൂദി മുന്നിൽ കണ്ട മതരാഷ്ട്രവാദം, എന്താണ് ഹുക്കുമത്തെ ഇലാഹി എന്നറിയണമെന്നുള്ളവർ നോക്കേണ്ടത് പാകിസ്ഥാനിലേക്കല്ല. പാകിസ്ഥാനിൽ ഇത്രയും മോശമായിട്ടില്ല. അത് കാണേണ്ടവർ നോക്കേണ്ടത് ബംഗ്ലാദേശിലേക്കാണ്. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ ഒരുപാട് അംബേദ്കറൈറ്റ് ബുദ്ധിജീവികളുണ്ട്, ദളിത് ചിന്തകന്മാരുണ്ട്. സണ്ണി എം കബിക്കാടിനെ പോലെ, ഡോക്ടർ ശ്യാംകുമാറിനെ പോലുള്ള ചിന്തകന്മാരുണ്ട്. ഇവരൊക്കെ ഇപ്പോഴും ശ്രീരാമന് ശംഭുകനെ വധിച്ചതിനെക്കുറിച്ച് ആലോചിച്ച് കിന്നരായി വിഷമിച്ച് ബുദ്ധിമുട്ടി മനസ്താപം അനുഭവിച്ച് ജീവിക്കുന്നവരാണ്. അവർക്ക് ബംഗ്ലാദേശ് എന്നൊരു രാജ്യം നമ്മുടെ തൊട്ടായി ലോകത്തിൽ ആരും ഇപ്പോഴും അറിയില്ല. കാരണം അത് അറിഞ്ഞാൽ അവരുടെ കോളംബിൻ്റെ മാധ്യമവും പത്രത്തിലോ അവരുടെ മൊഴിമുത്തുകൾ മീഡിയ വൺ ചാനലിലോ വരില്ല. ഈ ബംഗ്ലാദേശിൽ ദുരിതം അനുഭവിക്കുന്ന ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ന്യൂനപക്ഷക്കാരുണ്ടല്ലോ, അത് ബ്രാഹ്മണരോ കായസ്ഥരോ ഒന്നുമല്ല. ഈ ശംഭുകൻ്റെ പിന്മുറക്കാരായിട്ടുള്ള നമോ ശൂദ്രരടക്കമുള്ള ദളിതരാണ്. കാരണം കിഴക്കൻ പാകിസ്ഥാൻ രൂപീകൃതമായപ്പോൾ തന്നെ അവിടെ ഭൂസ്വത്തുണ്ടായിരുന്ന ബ്രാഹ്മണരും മറ്റു വിധത്തിൽ ജീവിക്കാൻ മാർഗമുള്ള കായസ്ഥരൊക്കെ രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് വന്നു. ഈ പാവപ്പെട്ട നമോ ശൂദ്രരടക്കമുള്ള ദളിതരാണ് ഇവിടുത്തെ പുലയർക്കും പറയർക്കും തുല്യരായിട്ടുള്ള ആളുകളാണ് അവിടെ ഇപ്പോഴും ഈ പീഡനം അനുഭവിച്ച് ജീവിക്കുന്നത്. അവർക്ക് അവിടെ വിട്ടിങ്ങോട്ട് പോരാൻ പറ്റില്ല. അത്ര ദുരിതത്തിലാണ് അവർ ജീവിക്കുന്നത്. അവരെ പട്ടികജാതിക്കാരായിട്ടൊക്കെ വെച്ചാൽ അതിനോട് പട്ടികയില്ല. അതുകൊണ്ട് ഞാൻ പട്ടികജാതിക്കാർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാത്തത്. ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ പീഡനം മുഴുവൻ അനുഭവിക്കുന്നത്. പക്ഷേ ഈ അംബേദ്കറൈറ്റ് ബുദ്ധിജീവികൾക്ക് ഈ വിവരം അറിയില്ല. അറിഞ്ഞാൽ തന്നെ അവരത് അംഗീകരിക്കാൻ തയ്യാറില്ല. ഇത് പറയുമ്പോൾ ഇവരെ കൂടി എൻ്റെ സവർണ്ണ മാടമ്പി മൂരാച്ചിയായിട്ട് തെറി വിളിക്കും എന്നുള്ള ഒരു ഉറപ്പാണ്. ഇനി ഇവർ തെറി വിളിച്ചാൽ തന്നെയും സത്യമല്ലാതാകുന്നില്ല. കാരണം സത്യത്തെ ഇങ്ങനെ പാഴ്മുറം കൊണ്ട് മറക്കാൻ പറ്റുകയില്ല. അവർ പക്ഷേ ഈ സത്യം ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളത് വേറെ കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.